കഴിഞ്ഞ ദിവസമായിരുന്നു ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും ചൈനയ്ക്കും അധിക നികുതി ഏർപ്പെടുത്തിയത്. പിന്നാലെ കാനഡയ്ക്ക് ഒരു ഓഫറും നൽകി. കാനഡ യുഎസിന്റെ സംസ്ഥാനമായി മാറിയ നികുതിയിൽ ഇളവ് വരുത്താമെന്നായിരുന്നു. എന്നാൽ ട്രംപിന്റെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം കാനഡയും മറ്റ് രണ്ട് രാജ്യങ്ങളും തിരിച്ച് അമേരിക്കയ്ക്ക് നികുതി ഏർപ്പെടുത്തി തിരിച്ചടിച്ചിരുന്നു. സത്യത്തിൽ ഒരു നികുതി യുദ്ധമായിരുന്നു നടന്നിരുന്നത്. ഇപ്പോഴത്തെ അമേരിക്ക കാനഡയ്ക്കെതിരെ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. ഒരു മാസത്തേക്കാണ് ഇളവ് നൽകിയിരിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ തീരുമാനം. അനധികൃത കുടിയേറ്റം തടയാൻ അതിർത്തിയിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ട്രൂഡോ ഉറപ്പു നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിൽ നിന്ന് യുഎസ് പിന്നോട്ട് പോയത്. അമേരിക്ക അധിക നികുതി ചുമത്തിയപ്പോൾ 155 ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന അമേരിക്കൻ ചരക്കുകൾക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന് കാനഡ മറുപടി നൽകിയിരുന്നു. 30 ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ചരക്കുകൾക്ക് ഉടനടി നികുതി ഏർപ്പെടുത്തും. 125 ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന ചരക്കുകൾക്ക് 21 ദിവസത്തിനകം നികുതി ചുമത്തുമെന്നായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ പ്രതികരണം. ഇതിന് പിന്നാലെയാണ് ഇരു രാജ്യവും തമ്മിൽ ചർച്ചയുണ്ടായത് സമവായത്തിലെത്തിയതും. എങ്കിലും നിലവിൽ ഇറക്കുമതി തീരുവ താൽക്കാലികമായി മരവിപ്പിച്ചെങ്കിലും ട്രംപ് തന്റെ യുദ്ധം ഏത് വിധേനയും തുടരാനുള്ള സാധ്യതകൾ ഏറെയാണ്.